കാത്തിരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് നാളെ വരാൻ പോവുകയാണ്. പലരും ചോദിച്ചിരുന്നു എപ്പോഴാണ് റിസൾട്ട് വരുന്നതെന്ന്. ഏകദേശം ഉച്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു തുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ്. പിന്നെ ചോദിക്കുന്ന വേറെ ഒരു കാര്യം, റെഗുലറിൻ്റെയും SDയുടെയും ഒരുമിച്ച് വരുമോ എന്നാണ്. നാളെ വന്നു തുടങ്ങും, റിസൾട്ടുകൾ വന്നു തുടങ്ങും. നാളേക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും, അതായത് എല്ലാ പ്രോഗ്രാമുകളുടെയും റിസൾട്ട് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. 2-3 ഡേയ്സിനുള്ളിൽ എല്ലാ പ്രോഗ്രാമുകളുടെയും ഇൻക്ലൂഡിങ് SDE ആൻഡ് റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ വരാറുണ്ട്. റിസൾട്ട് ദിവസം മുൻകൂട്ടി അറിയാമെങ്കിൽ നമ്മുടെ സൈറ്റ് എങ്ങനെയാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ചിലപ്പോൾ ആദ്യവട്ടം ട്രൈ ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല, പേജ് നോട്ട് ഫൗണ്ട്, എറർ എന്നൊക്കെ കാണിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലീസ് ട്രൈ അഗൈൻ ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യം നോക്കുമ്പോൾ ഒരു പരീക്ഷ ജയിച്ചു, പിന്നെ നോക്കുമ്പോൾ തോറ്റു, അങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങളും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. റിസൾട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ നോക്കി നിങ്ങളുടെ റിസൾട്ട് അത്യാവശ്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ലതാണെങ്കിൽ എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടിന് റിസൾട്ട് മുമ്പ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരാറുണ്ട്, പ്രത്യേകിച്ച് 6ാം സെമസ്റ്ററിൻ്റേത്. അതിന് കാരണം ബാർകോഡും പിന്നെ 6ാം സെമസ്റ്റർ ഫൈനൽ സെമസ്റ്റർ ആയതുകൊണ്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. പരീക്ഷ തോൽക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജയിച്ചെങ്കിൽ ഇരട്ടി മധുരമാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാർക്കുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ മാർക്കുമില്ല, ജയിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ദെൻ സപ്ലിമെൻ്ററി എക്സാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. സാധാരണഗതിയിൽ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനി ഡേറ്റൊക്കെ റിസൾട്ട് വന്ന അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ വീഡിയോസിൽ പറയാറുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് അറിഞ്ഞില്ല അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വിത്ത് ഹെൽഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ, വിത്ത് ഹെൽഡ് സാധാരണ കാണിക്കാറുള്ളത് SD വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ കാണിക്കാറുണ്ട്. ദെൻ കണ്ടോണേഷൻ, ദെൻ ഫൈനലി മാൽ പ്രാക്ടീസ്. ഇപ്പം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ വിത്ത് ഹെൽഡ് എന്ന് കാണിക്കാറുണ്ട്. കോണ്ടോണേഷൻ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് യു ഹാവ് ടു ബി വെയിറ്റഡ്, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ദെൻ മാൽ പ്രാക്ടീസ് ആണെങ്കിൽ ചിലപ്പോൾ ഹിയറിംഗ് നടക്കായിരിക്കും, അതുകൊണ്ടാണ്. മേ ബി D ബാർ ആയിരിക്കും, വീണ്ടും എഴുതേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടുമല്ല, മൂന്നാമതൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് SD വിദ്യാർത്ഥികളുടെ റിസൾട്ട് നോക്കുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, യുവർ മാർക്ക് ഈസ് പ്രോസസ്സിംഗ് ആണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് അത്രയധികം ബേജാറടിക്കേണ്ട. ബാക്കിയുള്ളവരുടെ റിസൾട്ട് വന്നു, എൻ്റെ മാത്രം വന്നിട്ടില്ല, ഇനി പേപ്പർ കളഞ്ഞു പോയോ, അങ്ങനെയുള്ള പല സംശയങ്ങളും ഒഴിവാക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.